അച്ചായനോട് എത്തിയാവോ? അച്ചായോ, ആ ഹലോ. എവിടെ എത്തി? ഇത് എവിടെ എത്തിന്നറിയാൻ വയ്യടാ. ബൈപ്പാസ് കഴിഞ്ഞാ? ബൈപ്പാസും കഴിഞ്ഞു, ആൻജിയോഗ്രാമും കഴിഞ്ഞു. എന്നാലും ഞാൻ നിന്റെ കല്യാണത്തിന് വരും. അതല്ലെന്ന്, ബൈപ്പാസ് റോഡ് കഴിഞ്ഞാ? ആ ബൈപ്പാസ് കഴിഞ്ഞു. എന്നാ നേരെ സെമിത്തേരി. അയ്യോ അയ്യോ, അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാടാ. അതല്ലെന്ന്, അവിടുന്ന് നേരെ വന്ന സെമിത്തേരി റോഡ്. ആ അവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ജെട്ടി കാണാം. ആരുടെ? ആരുടെയും ജെട്ടിയല്ല, ബോട്ട് ജെട്ടി കാണാന്ന്. ഓ അവിടുന്ന് നേരെ വരുമ്പോ കാണുന്ന ആദ്യത്തെ പള്ളി. ആ പള്ളിയാ? ആ പള്ളി. എന്നാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല. അതെന്ത്? അവിടെ വെച്ച എന്റെ കല്യാണം കഴിഞ്ഞത്. എനിക്ക് ആ പള്ളി കാണുമ്പോ പേടിയാണ്, അവിടെ ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. അയ്യോ, അപ്പൊ അച്ഛന്റെ കയ്യിലുള്ള മോതിര? ആ മോതിരം ഞാൻ ആരെങ്കിലും കൈ കൊടുത്തു വിടാം. ഓ, എന്തെങ്കിലും കാണിക്ക്. എന്റെ ദൈവമേ, പെണ്ണും പിള്ളേന് ഇങ്ങനെ പേടിയുള്ള ഒരു മനുഷ്യൻ. ഇച്ചായ, അയ്യോ, കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചിമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി. ഇച്ച ഇവിടെ വന്നേക്കുവാന്നോ? ഞാൻ എവിടൊക്കെ തെരഞ്ഞെന്നറിയോ? എന്നായിരുന്നു? ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതാ രാവിലെ ഉപ്പാവ് കഴിച്ചെന്റെ ആയിരിക്കും. നെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. നെഞ്ചരിപ്പുണ്ടെന്നല്ല, ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതെ. ആ റൂബി, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചായ? ഈ ഉടുപ്പില്ലേ, ഈ ഉടുപ്പ് നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ വച്ചിട്ട് പോകരുത്. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടോ ഇത്? അതല്ലെന്ന്, പിന്നെ നമ്മുടെ വീട്ടിലവിടെ എവിടെ നോക്കിയാലും നല്ല തുരുത്തുകളല്ലേ. ഈ ഉടുപ്പ് ഇങ്ങനെ വല വേച്ച് അങ്ങനെ എറിഞ്ഞാലും കിട്ടും ഒരു കറിക്കുള്ള മീന്. അച്ഛാ ഇവിടെ നിന്ന് കഥ പറയാതെ അവിടെ വിളിക്കുന്നുണ്ട്. അച്ചായ, ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഷൂ സൂര്യ ഇടാതെ അകത്തോട്ട് കേറരുതെന്ന്. അങ്ങനെ കേറിയിട്ട് അച്ഛൻ ഇറങ്ങി പോവെന്നാ പറഞ്ഞേക്കുന്നത്. പള്ളിക്കകത്ത് കയറി ഞാൻ ചൂടി കഴിഞ്ഞാൽ അച്ഛൻ മാത്രമല്ല മൊത്തം ആൾക്കാർ ഇറങ്ങി പോവാണ്. അയ്യോ, പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷതം. ഹലോ ഹലോ, ആരാ? ഞാൻ സുധിയാണ്. ഏത് സുധി? ഓ, 14 വർഷം പ്രേമിച്ച് നടത്തിയിട്ട് നീ എന്റെ ശബ്ദം പോലും മറന്നല്ലേടി? ഓ, ആ സുധി. ആ, നീ ഇപ്പൊ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ എവിടാ സുധി? ഞാൻ പള്ളിമുറ്റത്തുണ്ട്. പള്ളിമുറ്റത്തോ? ആ, എന്തിനാ? എനിക്ക് നിന്നെ കണ്ട് 2 വാക്ക് സംസാരിക്കണം. അയ്യോ, ഇവിടെ മിന്നുകെട്ടിന്റെ സമയായി. എന്നാ കുഴപ്പമില്ല, ഞാൻ പള്ളിക്കകത്തോട്ട് വരാം. അല്ല, ഇങ്ങോട്ട് വരില്ലേ? ഇങ്ങോട്ട് വരില്ല, അവിടെ നില്ല, അവിടെ തന്നെ നില്ല. ഞാൻ ദാ വരുന്നു സുധി, അവിടെ നില്ല്. വാ വാ. 10-14 കൊല്ലം കണ്ണേ പൊന്നെ കറലേന്നും പറഞ്ഞ് നോക്കി കയ്യിലുള്ള പൈസ കൊടുത്ത് ഓരോ സാധനങ്ങളും മാഞ്ചു കൊടുത്ത് ആ കണ്ടപ്പോ കെട്ടിക്കോട്ട് പോകും. എന്റെ വിധിയല്ല എന്റെ. സുധി, ഓ, അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് നിനക്ക്. പക്ഷെ എന്നോട് വേണമായിരുന്നു അടി നിന്റെ ഈ ചതി. മനപൂർവ്വം അല്ല സുധി, സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയതാ ഞാൻ. സാഹചര്യങ്ങൾ കൊണ്ട് മാറാൻ നിന്റെ അച്ഛന്റെ പേര് ജോണിക്കുട്ടി എന്നല്ലേ, അല്ലാതെ ഓന്തെന്നല്ലല്ലോ. പറയണം, ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാ. നിനക്കറിയോ, ഈ കല്യാണാലോചന വന്നപ്പോ തൊട്ട് ഇത് നടന്നില്ലെങ്കിൽ വിഷം കഴിക്കുമെന്നും പറഞ്ഞോണ്ട് നിൽക്കുന്ന എന്റെ മമ്മി 2 അറ്റാക്ക് കഴിഞ്ഞ് 3ാമത്തെ അറ്റാക്കിന് വേണ്ടിയിട്ട് വെൽക്കം ബോർഡും പിടിച്ചോണ്ട് നിൽക്കുന്ന എന്റെ അച്ഛൻ. ഈ ഒരു കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ അടുത്ത കല്യാണത്തിന് വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാലെടുത്ത് വെച്ചോണ്ട് നിൽക്കുന്ന എന്റെ ഒരു അനിയത്തി. ഇവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കാതിരിക്കും? ഇങ്ങോട്ട് നോക്ക്, കുടുംബത്തിനാന്നോ പ്രണയത്തിനാന്നോ ത്രാസിൽ ഭാരം കൂടുതലെന്ന് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ കുടുംബത്തിനായിരുന്നു കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചതാ. അതൊക്കെ എന്റെ തെറ്റ്. നിന്നെ സമ്മതിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങി എന്റെ അടുത്ത് വരുന്നതിനിടയ്ക്ക് ഒരു കഥ അത് ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ച നിന്റെ ബ്രില്യൻസ്. നീ പോയ ജിത്തു ജോസഫിനെ ഒന്ന് കാണണം. എന്തിനാ? പുള്ളിക്ക് ഒരു റൈറ്റർ ആവശ്യമുണ്ട്. നിന്നെ കൊണ്ട് പറ്റും. സുധി, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം. ഈ ജന്മത്തിൽ ഉരുളെ ഉരുട്ടി തന്നിട്ട് അടുത്ത ജന്മത്തിൽ വീണ്ടും ഇലയിട്ട് വിളിക്കണം അവള്. ഞാൻ മണ്ടായി വീണ്ടും എവളൊന്ന് കണ്ണടിച്ച് കാണിക്കും, ഞാൻ കൂടെ അങ്ങ് പോകും. ഇതെനിക്ക് സ്ഥിരം ഉള്ളത് തന്നെ. അതുകൊണ്ട് നീ അത് മാറ്റിപ്പടി. സുധി, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നീയും ഞാനും ഒന്ന് ചേരും. ഇത് സത്യം. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. നോക്കിക്കോ. ഇത് പറഞ്ഞിട്ടൊന്നും ഞാനാണ് അവളെ തേച്ചത്. ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്കൊരു കുടുംബമായിട്ട് നമ്മൾ ജീവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആരും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ പോയിട്ട് സുഖമായിട്ട് നമ്മൾ ജീവിക്കും സുധി. മഞ്ജു വാര്യരും ഉർവശി ചേച്ചി അഭിനയം നിർത്തി വീട്ടിയിരിക്കണം.
ഈ വർഷത്തെ മികച്ച നടി. ആ ഇവള് കൊണ്ടുപോയി. അവളെ കൊണ്ട് പറ്റും. അവളെ അമ്മാതി എങ്ങനെ പറ്റണം ഇതിനെ കൊണ്ട്. മികച്ച നടി, ഞാൻ മികച്ച നടിയല്ലയോ? ആന്ന് ഞാൻ മികച്ച നടിയാ. ഞാൻ ചതിച്ചിയാ, ഞാൻ വഞ്ചകിയാ. ഈ റൂബി ചീത്തയാ. റൂബി, നീ ചീത്തയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ റൂബി ചീത്തയാ. എന്റെ ദൈവത്തിനാണ് എന്റെ പെറ്റമ്മ സത്യം എന്റെ വായിൽ നീ ചീത്ത എന്നൊരു വർത്തമാനം വീണിട്ടില്ല. ഈ റൂബി ചീത്തയാ. എന്റെ റൂബി ചീത്തയല്ല, പിന്നെ പക്ക ഫ്രോഡ്. അല്ലെങ്കിൽ നീ എന്നെ പോലെ ഒരുത്തനെ പറ്റിക്കോടി. നീ ഫ്രോഡ്. പ്രേമിച്ച സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ, നിന്നെ കെട്ടാൻ പോണവന്റെ പേരെന്താന്ന്? മറിയാനോ. ശരിക്കും പറഞ്ഞ ഈ ലോകത്ത് ഏറ്റവും വലിയ പാവം ചെയ്തവൻ ആരെന്നറിയാമോ? എന്റെ സുധി, അത് നീയാണെന്ന് മാത്രം പറയരുത്. ഞാനല്ല, ആ മറിയാനോ. ഇല്ലെങ്കിൽ നിന്നെ പോലെ സാധനം അവന്റെ തലയിൽ വന്ന് കയറും. സുധിയാനോയാ? അയ്യോ, മറിയാനോ മിക്സ് ആയി പണ്ടും നിനക്ക് കോക്കയിലാണ് ഇഷ്ടം. ഓൺലൈനിൽ ഒരേ സമയം 3-4 അത് ഞാൻ വിട്ട് പോട്ട്. എടീ, പ്രേമിച്ച് നടന്ന സമയത്ത് നിനക്ക് എന്തെല്ലാം സാധനം ഞാൻ വാങ്ങിച്ചു തന്നെ? എന്തെല്ലാം സാധനം എനിക്ക് വാങ്ങിച്ചു തന്ന്. ഈ കാലത്ത് ഓരോരുത്തർ പ്രേമിക്കുമ്പോ എന്തൊക്കെയാ കൊടുക്കുന്നതെന്നറിയോ? ആ സിന്ധു, ആ ബിജു പ്രേമിക്കുന്ന കാലത്ത് എന്തൊക്കെയാ ബിജു കൊടുത്തേന്നറിയാവോ? കാറ്, കൊലുസ്, നെക്ലസ്. നിങ്ങൾ എനിക്ക് എന്തോ തന്നത്? 5-6 ഉണക്ക മുട്ടായും കുറെ പാവേ. ഈ സിന്ധുവിന്റെ കാമുകം ബിജു വർക്ക് ചെയ്യുന്ന എവിടെയെന്ന് അറിയാമോ? ദുബായിൽ അങ്ങ് വലിയൊരു ഷേക്കിന്റെ അണ്ടറിലാണ്. ആ ഷേക്കിന് എന്തൊക്കെ ഉണ്ടെന്ന് നിനക്കറിയാമോ? 2 ഏക്കർ ഈത്തപ്പഴത്തിന്റെ തോട്ടം, 3 ഷോപ്പിംഗ് മാള്, 2 പെട്രോൾ പമ്പ്. ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ആരുടെ അറിയാമോ? ദിവാരമേശ്വരിയിലുള്ള 1 മുനക്കരണ്ടി, 2 ചാപ്പ് വല, 1 മുഴക്കോൽ. ഇതും വെച്ചിട്ട് 14 കൊല്ലം നിനക്ക് ഞാൻ മുട്ടായെങ്കിലും മാറ്റിയെന്നില്ലേടി? സമ്മതിക്കണ്ട. നീ ഒന്ന് അടങ്ങ് സുധി. നിനക്ക് ഇത്രയൊക്കെ പ്രേമം എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഞാൻ അറിഞ്ഞില്ല സുധി. നീ ഇപ്പോഴും എനിക്ക് ഉയരാണ് സുധി. പരിപാവനമായൊരു പള്ളിമുറ്റ ആയതുകൊണ്ട് ഈ ഉയിരിന്റെ മറുപടി ഞാൻ പറയുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ നല്ലത് ഞാൻ പറഞ്ഞാ നല്ല. എന്റെ പൊന്നു സുധി, ഞാനൊന്ന് പറയുന്ന നീ ഒന്ന് കേക്ക്. ഇത്രയും സ്നേഹം നിനക്ക് സത്യസന്ധമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറും. എങ്ങനെ പിന്മാറാം? ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടി പയ്യനെ വന്ന് നിൽക്കുന്നിടത്ത് എങ്ങനെ പിന്മാറാം? ഇല്ലില്ല, നിന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ ഇപ്പൊ ചെന്നിട്ട് എന്താ അവിടെ പറയാൻ പോകുന്നതെന്നറിയോ? ഇല്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ എന്നോട് ചോദിക്കും, മറിയാനോയെ കെട്ടാൻ സമ്മതമാണോന്ന്. അപ്പോഴും ഞാൻ സമ്മതമല്ലെന്ന് പറയും. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വന്ന് നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു ആ പാവപ്പെട്ട ചെറുക്കൻ എന്ത് വഴിച്ചു? ഇല്ല, ഞാൻ ഇനി ഒരാളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ സുധിയുടെ. അത് വിടറി ഈ നിസ്സാര കാര്യത്തിന്. വീണ്ടും ഇല്ല, ഈ എന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം സുധി. ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ സുധിയുടെ കൂടെ മാത്രമായിരിക്കും. സുധിയുടെ കൂടെ മാത്രമായിരിക്കും. പയ്യൻ പറഞ്ഞടി, പയ്യൻ പറഞ്ഞു. എന്താ പറഞ്ഞു നിന്റെ പയ്യൻ? ഇതാരാ? എന്റെ ഫ്രണ്ട് കയറി. ഹലോ ഹലോ, ഞാൻ സുധി, ഇവളുടെ തിക് ഫ്രണ്ടാണ്. തിക്ക് ഗ്രേവി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉള്ള ആള് അല്ല എന്ന് വെച്ചാൽ തിക്കെന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബന്ധമുള്ള ആള്. ഓ, അങ്ങനെ. സുധിയുടെ ഫാമിലി ഒന്നും വന്നില്ല? എനിക്ക് ഫാമിലി ഇല്ല. അതന്നെ, കല്യാണം കഴിച്ചില്ലേ? ഇല്ല, കല്യാണം കഴിച്ചു. എന്ത് പറ്റി? എനിക്കൊരു ചെറിയ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. അവളെ തേച്ചിട്ട് അങ്ങ് പോയി. അതെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്രയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയാലും നാളെ വേറെ അടുത്ത് വന്ന് അങ്ങ് കൊണ്ടുപോകും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. കൊറേ മെനകെട്ട പെൺപിള്ളേർ ഇറങ്ങിയുണ്ട്. നമ്മളെ കയ്യിലിരിക്കുന്ന കാശ് മൊത്തം ഊറ്റിയെടുക്കും, എന്നിട്ട് തേച്ചങ്ങടെ ഒട്ടിക്കും. ഈ വക പെണ്ണുങ്ങളെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അറിയാമോ? ഇല്ല, തെരണ്ടിവാലില്ലേ തെരണ്ടിവാലിലോ അടിക്കും. കൊണ്ടാ നിനക്ക് ഇല്ല പിന്നെ കഴിഞ്ഞില്ല. എന്നിട്ട് കാലെ പിടിച്ച് വലേച്ച കീറി ഉപ്പിങ്ങനെ പെരട്ടിയിട്ട് കടലിന്റെ മണപ്പുറത്ത് ഉണക്കാനിടുന്ന മാതിരി ഇങ്ങനെ ഇടണം. അപ്പൊ നമുക്കത് കാണുമ്പോ നല്ലൊരു ഹരായിരിക്കും, നല്ല കിടിക്കും കിടിക്കും കിടിക്കും. പിന്നെ സുധി, പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറെ കേസ് വിട്ടുപോയി. നിനക്ക് ഇങ്ങനെ വല്ല പ്രേമം മറ്റും ഉണ്ടായിരുന്നു? പായൊക്കെ നമുക്ക് വിരിക്കാം. അതവിടെ നിൽക്കട്ട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്ക് വല്ല പ്രേമം ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ പ്രേമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പ്രേമിക്കാനുള്ള അവസരമൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ എപ്പോഴും ഒരു വാച്ചിങ് ഉണ്ടായിരുന്നു പേരൻസിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പൊ എനിക്ക് അതൊക്കെ ഒരു കുറ്റബോധമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് അതൊന്നും നടന്നില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാന്നുള്ളൊരു കൊച്ചായിട്ട് പറയാം. അതെ, ഇവളെ വിശ്വസിക്കാം. ഇവളെ വിശ്വസിച്ച് ഒരിടത്ത് കൊണ്ടാക്കിയിട്ട് പോയാൽ തിരിച്ചു വരുമ്പോ ഉണ്ടെങ്കിൽ ഉണ്ട്.
നല്ല പെൺകൊച്ചാന്ന് പറയായിരുന്നു. പിന്നെ പോലൊരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടിയത് തന്നെ മഹാഭാഗ്യ. കാര്യം ഇവിടെ കിട്ടണമെങ്കിൽ ഒറ്റക്കാലം തപസ് ചെയ്യണം. ഒന്ന് സുഹൃത്തെ, നമുക്കത് പറ്റില്ല. കാരണം ഒറ്റക്കാലിൽ ഒന്നും എനിക്ക് ബാലൻസ് കിട്ടൂല. പിന്നെ ഇവിടെ ഞാൻ കെട്ടിക്കഴിഞ്ഞുണ്ടല്ലോ, ഇവിടെ പൊന്നുപോലെ രാജകുമാരിയായിട്ട് ഞാൻ വഴിക്കും. എടാ, എന്നെ ഇട്ടുമൂടാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. ഇട്ടുമൂടാനുള്ള പണമുണ്ടോ? എന്നെ 2000 രൂപയുടെ ചില്ലറ മതിയില്ലേ? കഴിഞ്ഞ എന്റെ കാലിന്റെ നഖം പോലും കാണുക മൊത്തം മൂടി. പിന്നെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് കാര്യമില്ല. കാര്യമില്ല. സമയമായി. പിന്നെ സുധി, ഊണ് കഴിച്ചിട്ടേ പോകാവുള്ളൂ. ചേട്ടൻ നടന്ന വേഗം വരണേ. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. സത്യമായിട്ടും ഞാനിപ്പോ അവിടെ പോയിട്ട് പറയും സമ്മതമല്ലെന്ന്. ദേ, എന്നെ വിശ്വസിക്കൂടാ. എന്നാലും എനിക്കെന്തോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്നെ വിശ്വാസമില്ല? വിശ്വാസമാണ്. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? ഞാനിവിടെ കാത്തിരിക്കും. ശരി, അല്ലെങ്കിൽ വേണ്ട, പോയിട്ട് ഇടയിൽ അവളെങ്ങാനും ഇറങ്ങി വരുമ്പോ ഇപ്പൊ ഓടയും വേണം. ബിരിയാണി വല്ലതും കഴിച്ചിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വഴിയിൽ വണ്ടി ഇറങ്ങി തിന്നേണ്ടി വരും. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, ഭൂമിയിൽ പ്രാവർത്തികമാകുന്നു. കടപ്പളാമുട്ടത്ത് മത്തായിയുടെ മകൻ മരിയോനായ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ പെരുഞ്ചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിക്ക് സമ്മതമാണോ? 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 100 വട്ടം സമ്മതം. തൊഴുതു നിന്നു പ്രദോഷമായി പകലുമായി. പെരുഞ്ചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിയെ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ കടപ്പളാമുട്ടത്ത് മത്തായിയുടെ മകൻ മരിയാനയ്ക്ക് സമ്മതമാണോ? 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 സമ്മതമല്ല. വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചെന്നിണം നീതിമാൻ നിനക്കു. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബുദ്ധി? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബുദ്ധി? എന്ത് ബുദ്ധി? ഞാനിപ്പൊ അവിടെ സമ്മതമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛനും ഇടവകക്കാരും മൊത്തവും കൂടി എന്നെ കൊല്ലാൻ വന്നേനെ. ഇതിപ്പോ എന്റെ മറിയാനും അച്ഛനെ കൊണ്ട് ഞാൻ അങ്ങ് പറയിപ്പിച്ച്. അടിപൊളി. റൂബി, നിന്റെ മറിയാനോ അച്ചായ. എടീ, നിനക്ക് മറിയാനോ അച്ചാൻ അറിയാമോ? എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവനാണ് ഈ മറിയാനോ അച്ചായ. ഇവൻ നമ്മളെ ഡിഗ്രിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്റെ എവന്റെയും കൂടെ ഉള്ള കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ ഇട്ടപ്പോഴേ നിന്റെ പേര് ഞാൻ നോട്ട് ചെയ്താ. യവനെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് പെണ്ണ് അത് തന്നെ അളിയാ, കൺഫേം. എന്നിട്ടും ഒരു പെണ്ണല്ലേന്ന് കരുതി ഞാൻ ക്ഷമിച്ച്. അപ്പോഴും ഞാൻ വെറുതെ ഇരുന്നില്ല. എന്റെ കൂട്ടുകാരനെ ചതിക്കുന്ന തെറ്റല്ലേന്ന് തോന്നി. ഞാൻ ഇവന്റെ അടുത്ത് ഉള്ള കാര്യമെല്ലാം പറഞ്ഞു. അപ്പൊ അവ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? അളിയാ, എന്ത് വന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ട്. ഓഹോ, നിങ്ങൾ ഇതെല്ലാം കൂടെ എനിക്കിട്ട് പണിഞ്ഞതാണ്. അതെ അതെ. എങ്ങനെ മറിയാനോ? ഈ പേര് എനിക്കല്ല ചേർന്ന്, നിനക്കാ. നീയാണ് എങ്ങോട്ടും അറിയണം എന്നറിയാൻ പാടില്ലാണ്ട് നിൽക്കണത്. അല്ലെങ്കിലും ഈ ലോകത്ത് ഒരാണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്തോ എങ്ങനെ? ചുമ്മാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.